ഹലോ! ഹെൽമിലൂഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ വീഡിയോയ്ക്ക് തരുന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി. എങ്കിലും ഞാൻ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ലൈക്ക് ചെയ്യത്തുള്ളൂ കേട്ടോ. അതാണ് എൻ്റെ ഒരു വിഷമം. പലരും പറയാറുണ്ട് ചേച്ചി പറയുമ്പോഴാണ് ഓർക്കുന്നേന്ന്. പക്ഷെ എല്ലാ വീഡിയോയിലും അങ്ങനെ പറയാനും പറ്റില്ല. കേൾക്കുന്നവർക്ക് അതൊരു അരോചകമായും തോന്നാറില്ലേ? എങ്കിലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുവാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഈ പറമ്പിലെ കരിയില ഒന്നും ഞാൻ ഉടനെ തൂക്കത്തില്ല. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണ് തൂക്കുന്നത് കേട്ടോ. ഒരാഴ്ച കൂടുമ്പോ തൂത്തിരുന്നു. പിന്നെ ഇപ്പൊ പൊഴിഞ്ഞു തീരാറായി. അപ്പൊ ഇത് ബെഡ്റൂമിൽ എന്റെ ഡസ്റ്റ്ബിൻ ക്ലീൻ ചെയ്യാനായിട്ട് കത്തിക്കാനൊക്കെ ആയിട്ട് എടുത്തയാ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് എന്തിനാണ് ഞങ്ങളെ കച്ചട കാണിക്കുന്നതെന്ന്. അതല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക്, അതായത് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല ചുമയായിരുന്നു എനിക്കും ജോസാനും. അപ്പം ബെഡ്റൂമിലെ ഡസ്റ്റ്ബിനകത്തുനിന്ന് കസറപ്പിന്റെ ബോട്ടിൽ കിട്ടിയപ്പോഴേ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഭയങ്കര ചുമയായിരുന്നു കേട്ടോ. ഞാൻ പുറത്തുനിന്ന് ഒന്നും കഫ് സിറപ്പ് മേടിച്ചില്ല. ഞാൻ ആന്റിബയോട്ടിക്കും കഴിച്ചില്ല. എനിക്ക് ഈ കഫ് സിറപ്പ് എലമെന്റ്സിന്റെ നമ്മൾ ഇവിടെ നിന്നും കൊടുക്കുന്ന കഫ് സിറപ്പാണിത്. പലരും എന്റെ കയ്യിൽ നിന്ന് ഇത് മേടിച്ചിട്ടുണ്ട്. വിദേശത്തോട്ടൊക്കെ പോകുന്നവർ ഓരോ ഡസനാണ് മേടിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. കാരണം ആയുർവേദമാണല്ലോ. ഇതിനകത്ത് തുളസി, തിപ്പലി, ആടലോടകം, പുതിന, ഇങ്ങനെയൊക്കെ, പിന്നെ മധുരത്തിന് വേണ്ടി ഇരട്ടി മധുരം, ഇതൊക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, അത് പറയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇത് കാണിക്കുന്നത് കേട്ടോ. ഈ 6 ബോട്ടില് ഞാൻ കുടിച്ചതാണ്. അതായത് എനിക്കൊരു ചുമ വരും. ചുമ വരുമ്പോഴേ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. വിമ്മിഷ്ടത്തിന്റെ ഒരു ചുമയുണ്ട്, ഒരു കൊക്കിച്ചുമ. അതിന് ആ ചുമ വരുമ്പോഴെല്ലാം ഇത്തിരിത്തി ഞാൻ തൊണ്ട നനച്ചു കൊടുക്കും. പ്രത്യേകിച്ച് രാത്രി കിടക്കുന്ന സമയത്ത് തൊണ്ട കുത്തി അങ്ങ് ചുമയാണ്. ആ സമയത്ത് ഇത്തിരി ഒന്ന് തൊണ്ട നനച്ചു കൊടുക്കും. അന്നേരം ആ ചുമ അങ്ങ് നിൽക്കും. പിന്നെ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അതുപോലെ ഒരു ചുമ വരും. ഒന്ന് തൊണ്ട നനച്ചു കൊടുക്കും, അങ്ങ് നിൽക്കും. എനിക്കും അതുപോലെ തന്നെ, ജോസാനും അതുപോലെ തന്നെ. എനിക്ക് തോന്നുന്നു ജോസാൻ ഒരു 7-8 ബോട്ടിലെങ്കിലും കുടിച്ചു കാണും. എനിക്ക് ഒരു 4-മത്തെ ബോട്ടിൽ കഴിഞ്ഞപ്പോഴേ ആശ്വാസം കിട്ടി തുടങ്ങി. അത് ഓരോരുത്തരുടെ ഇതിൽ ഡിപ്പെൻഡ് ആണ് കേട്ടോ. ഞാൻ പറയാൻ കാര്യം, പലരും എന്ത് ചെയ്യുന്നു, ചുമയാണെന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ടിൽ മേടിക്കാറുണ്ട്. ഒരു ബോട്ടിൽ എന്ന് പറയുന്നത് 100 ml ആണ്. അതുകൊണ്ട് ഒരു റിസൾട്ടും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, വലിയ ചുമയൊക്കെ ആണെങ്കിൽ. കാരണം നല്ല ചുമയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുതൽ മേടിക്കേണ്ടി വരും. പക്ഷെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആയുർവേദമാണ്. മറ്റുള്ള ഇംഗ്ലീഷ് മരുന്നുകളുടെ കൂട്ട് ഇത് കുടിച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും കൊടുക്കാം. മയക്കം വരത്തില്ല, ഉറക്കം വരത്തില്ല, അങ്ങനെയുള്ള സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. അതാണ് ഇതിന്റെ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇത് എന്റെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കണമെന്നില്ല. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും എലമെന്റ്സിന്റെ കഫ് സിറപ്പ് ഒക്കെ കൊടുക്കുന്നു എങ്കിൽ നിങ്ങൾ ഇത്, അവർ നിങ്ങളുടെ അടുത്ത് സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ മേടിക്കാൻ മടിക്കരുത് കേട്ടോ. നല്ല സാധനമാണ്. മെഡിക്കൽ സ്റ്റോറുകളിലൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ചില മെഡിക്കൽ സ്റ്റോറുകൾ ഇതിന്റെ ഡീലർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കിട്ടാറുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്തൊക്കെ ഇത് മിക്കവാറും ഇത് വിൽക്കുന്നവർ കാണും. അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചാൽ മതിയേ. കാരണം ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. ചിലരെങ്കിലും വിചാരിക്കുക എന്റെ കയ്യിൽ നിന്ന് സാധനം മേടിക്കാൻ വേണ്ടിയാണെന്ന്. അതൊന്നുമല്ല. നല്ല സാധനം എന്ന് തോന്നുന്നത്, നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, സവോള എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് എന്തൊക്കെയുണ്ടോ അതൊക്കെ എടുക്കാം. എണ്ണ ഒഴിച്ചു, ലേശം കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് കേട്ടോ. ഉപ്പുമാവ് എന്ന് പറയുന്നത് നമ്മുടെ ലാപ്സിയുടെയാണ്, അതായത് നുറുക്ക് ഗോതമ്പ്. അത് ഞാനൊരു നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതായത് രാവിലത്തേക്കാണെന്നുണ്ടെങ്കിൽ തലേന്ന് വൈകിട്ടേ കുതിർക്കുന്നുവെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 10-15 മിനിറ്റോ അരമണിക്കൂറോ കുതിർത്ത ശേഷം അതൊന്ന് അടച്ചു വെച്ചിരുന്ന് വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം അങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി. അത് ഇത്തിരി കഴിയുമ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടും. അതായത് ആ ഈർപ്പം കൊണ്ടേ നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഒരു 1-2 മണിക്കൂർ അങ്ങനെ വേണേ ചെയ്യാം. ഞാൻ ചിലപ്പോഴും ചെയ്യുന്നത് രാത്രി തന്നെ ഒരു അരമണിക്കൂർ കുതിർത്തേച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അതെടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചേക്കും. പിറ്റേന്ന് രാവിലെ ആയിരിക്കും അത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത്. അത്രയും നേരം ഇരുന്നതങ്ങ് സോഫ്റ്റ് ആവും. അങ്ങനെ വേണേലും ചെയ്യാം. ഇപ്പൊ രാത്രിയിലാണ് ഞാൻ ചെയ്യാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കുതിർത്ത ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് 2 മണിക്കൂർ അങ്ങനെ വെച്ചേക്കും. പിന്നെ രാത്രിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കും. അപ്പൊ ഈ നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് വഴണ്ട് വന്ന സമയത്ത് 2 മുട്ട കൂടി ചേർത്തിട്ടുണ്ട്. ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മുട്ട പൊട്ടിച്ചൊഴിച്ച ഉടനെ ഇളക്കരുത്. ഇത്തിരി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇളക്കുന്നതാവും നല്ലത്. അതിനുശേഷം നമ്മുടെ ആ ഉപ്പും ഇതുണ്ടല്ലോ ലാപ്സി, അതായത് നുറുക്ക് ഗോതമ്പ് കുതിർത്ത് വെച്ചത്, അതിന് വേവിച്ചിട്ടില്ല കേട്ടോ, അത് കുതിർത്ത് വെച്ചത് അതിനകത്തേക്ക് ഇട്ട് വേവാൻ ആവശ്യമായ വെള്ളം, ഇതിന് ഇത്തിരി വേവുണ്ട്, ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നു നോക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിന് വേവുണ്ടെന്ന്. അതുകൊണ്ട് ഇടയ്ക്ക് തുറന്നു നോക്കുമ്പോൾ വെന്തില്ല എന്നുണ്ടെങ്കിൽ, വെള്ളം കുറവാണെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് എത്രയും വേവണോ നമ്മുടെ പരുവത്തിന് ഇത് വേവിച്ചെടുക്കാം. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇത് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ഞാൻ ആദ്യം നികക്ക വെള്ളം ഒഴിച്ചിട്ട് ചെറു തീയിലാണ് ഇടുന്നത്. ആ തീക്കകത്ത് ഇടുന്ന സോഫ്റ്റ് ആവും. അതിനുശേഷം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഒന്ന് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ.
അപ്പോ കഴിഞ്ഞ വ്ളോഗൊക്കെ കണ്ടിട്ട് ഒരാൾ ചോദിച്ചാലും ചേച്ചി കറണ്ട് ബില്ലൊക്കെ ഒത്തിരി വരാറുണ്ടാകുമോ അല്ലേ? തേക്കുന്നത് കൊണ്ടായിരിക്കാം. ജോത്സ്യം മിക്കവാറും വീട്ടിലാണല്ലോ തുണി തേക്കുന്നത്. അത്യാവശ്യം ബില്ല് വരാറുണ്ട് കേട്ടോ. 2 മാസത്തേക്ക് 1500-നും 2000-നും ഇടയ്ക്ക് ബില്ല് വരുന്നുണ്ട്. കാരണം ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ഫാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചൂട് സമയല്ലേ, രാത്രിയിൽ ഒരു അരമണിക്കൂർ AC ഇടാറുണ്ട്. പിന്നെ വലിയ ഫ്രിഡ്ജാണ്, പിന്നെ ഫ്രീസറുണ്ട്. കടയിലെ ബില്ല് വേറെയാണ് കേട്ടോ, അത് കൊമേഴ്സിലാണ്, അത് വേറെയാണ്. വീട്ടിലെ ബില്ല് വേറെയാണ്. അപ്പൊ അത്യാവശ്യം ബില്ല് വരുന്നുണ്ട്. ഞാൻ എത്രയൊക്കെ കുറയ്ക്കാൻ ശ്രമിച്ചാലും അതിൽ താഴോട്ട് പോവാറില്ല. അത് ഇത്രയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം. പിന്നെ എന്താണ്, ജോസന്റെ പണി സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനും കറണ്ട് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ അല്ലറ ചില്ലറ കുറേ ഉണ്ട്. അപ്പോ നമ്മുടെ പറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും ഇത്തിരി വെള്ളം തളിച്ചു കൊടുത്തായിരുന്നു, അടച്ചു വെച്ചു. 2-3 പ്രാവശ്യം ഇളക്കിയെടുത്തു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്, ടേസ്റ്റിയുമാണ്, ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാണ് കേട്ടോ. കുറെ പേര് ഉപ്പിലിട്ട നെല്ലിക്കയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇനി അടുത്ത ബാച്ച് ഇടുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യാം കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയത്തില്ല, അതിനകത്ത് വോയിസ് ഓവർ ചെയ്തിട്ടില്ല, മ്യൂസിക് ഇട്ടിട്ടാണ് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പൊ ഇതിന്റെ കൂടെ സലാഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 1000 രൂപയുടെ എന്താ സ്വർണ്ണമാണോ? തക്കാളി ഇവിടെ ഉണ്ടായിരുന്നു. ചൂട് SP കപ്പലണ്ടിയാ. SP കപ്പലണ്ടി നല്ല ടേസ്റ്റാ. 1000 രൂപയുടെ പച്ചക്കറി ഇരിക്കുന്നേ. 1000 രൂപയുടെ പച്ചക്കറി, കുറച്ച് പാവയ്ക്കയും വെണ്ടയ്ക്കയും തക്കാളിയും. അവര് വിശ്വസിക്കേ ചുമ്മാണേ. പിന്നെന്തിനാ എൻ്റെ അടുത്ത് കള്ളം പറയുന്നേ? 400 രൂപ. പൊട്ടിക്കുന്നത് തീർന്നു. അപ്പൊ ഈ ഫ്രൂട്ട്സ് ഉൾപ്പെടെ അല്ല 400 രൂപ കേട്ടോ, പച്ചക്കറിയുടെ മാത്രമാണ് 400 രൂപ. ഇത് പലർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് പനന്തേങ്ങ, എന്താണ് ഇതിന് പറയുന്നത്, നൊങ്കെന്നോ അങ്ങനെ കണ്ട് പറയില്ലേ. എനിക്ക് വലിയ പ്രിയമില്ല കേട്ടോ ഇത് കഴിച്ചിട്ട്. അതോ ഇതിന്റെ ടേസ്റ്റിങ്ങിനാണോ അറിയാം, എനിക്ക് വലിയ വികാരം പ്രത്യേകിച്ച് ഒരു ഇതും തോന്നിയില്ല. അങ്ങനെ മധുരമോ, അതോ ഇനി ഇതിന്റെ ടേസ്റ്റ് ഇതാണോ, മധുരം ഉള്ളത് കിട്ടാറുണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഇതിനേക്കാളും ടേസ്റ്റ് കരിക്കാണ്. അപ്പൊ ഇത് എലന്തം പഴം, ഇതാണോ ബേറാപ്പിൾ എന്ന് പറയുന്നേ? എനിക്കറിയില്ല കേട്ടോ. പലരും ബേറാപ്പിൾ എന്ന് പറഞ്ഞും പല മരവും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നോർത്തിൽ ഇത് ധാരാളം കിട്ടുമായിരുന്നു കേട്ടോ, ഇടയ്ക്കൊക്കെ മേടിക്കാറുണ്ട്. പക്ഷെ ചുമയുള്ളവർ ഇത് കഴിക്കല്ലേ, ചുമ കൂടും, എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ കരിക്കും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പേരയ്ക്ക, ഞാനിപ്പോ പേരയ്ക്ക എവിടെ കണ്ടാലും മേടിക്കണേ എന്ന് പറയും. കാരണം പേരയ്ക്ക ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. പലർക്കും അത് അറിയില്ല, അതിന്റെ വാല്യൂ അറിയില്ല, അതാണ് സംഭവം. അതുകൊണ്ട് ഇപ്പൊ ഇടയ്ക്കൊക്കെ പേരയ്ക്ക മേടിക്കാൻ ഞാൻ പറയാറുണ്ട്. പേരയ്ക്ക മേടിച്ചു, ആപ്പിള്, ഓറഞ്ച്, എലന്തമ്പഴം, 2 കരിക്കും മേടിച്ചിട്ടുണ്ട്. അപ്പോ എനിക്ക് പേരയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ കിട്ടുന്ന സമയത്തൊക്കെ പേരയ്ക്ക കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ അരി കടിച്ച് പറിച്ച് ചവച്ച് തിന്നുന്നതാണ് ഒരു മെനക്കേട്, അല്ലാതെ മെനക്കേടില്ല. ഇപ്പൊ കറി വെക്കാനായിട്ട് ഞാൻ പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഈ റെസിപ്പി ഞാൻ മിക്കവാറും കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ആ സെയിം റെസിപ്പിയാണ് ഇന്നും ഫോളോ ചെയ്യുന്നത്. പച്ചപ്പാവയ്ക്ക ആയതുകൊണ്ട് വലിയ കയ്പില്ല. കുറെ ദിവസമായി ഫ്രിഡ്ജിൽ ഇരിക്കുന്നത്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അപ്പോഴാണ് വിചാരിച്ചത് എനിക്ക് വെച്ചിരുന്ന് ഇനി കളയണ്ട. ഇതിന്റെ തന്നെ വേറെ ഒരു റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്, ഉടനെ അത് വ്ളോഗിൽ ഉൾപ്പെടുത്താമേ. അപ്പം പാവയ്ക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് വിചാരിച്ചതെങ്കിൽ ഒരു പേരയ്ക്ക കഴിക്കാൻ. എന്തായാലും ഇരുന്ന് അരിയുവാണല്ലോ. അപ്പൊ ഇതിനിടയ്ക്ക് നമുക്ക് മെഴുക്കുരട്ടാനുള്ള വെണ്ടയ്ക്കായും അരിഞ്ഞു വെച്ചു. ഞാൻ വിചാരിച്ചു അരിഞ്ഞു വെക്കാനൊക്കെ ഉള്ളത് ആദ്യമേ അങ്ങ് വെച്ചാൽ പിന്നെ ടെൻഷനില്ലല്ലോ, അതിനുശേഷം സാവധാനം ബാക്കി കാര്യങ്ങൾ അങ്ങ് ചെയ്താൽ മതിയല്ലോ. അതിനിടയ്ക്ക് പേരയ്ക്ക തീറ്റി നടക്കുന്നുണ്ട്, അരിയൊക്കെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ് ഞാനിപ്പം ഇടയ്ക്കൊക്കെ നമ്മുടെ സുന്ദരി പൂച്ചയെ കാണിക്കുന്നുണ്ടല്ലോ. കുറെ പേര് വാട്സപ്പിൽ മെസ്സേജ് ഇടാറുണ്ട് കേട്ടോ, ചേച്ചി നല്ല രസമുണ്ട് സംസാരിക്കുന്നത് കേൾക്കാൻ. ഞാൻ അവളുടെ അടുത്ത് എന്തൊക്കെയാ സംസാരിക്കുന്നതെന്ന് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പലതും ഞാൻ കട്ട് ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും വട്ടാണെന്നോ അതൊക്കെ കേട്ടാല്. അങ്ങനെയാണ് ഞാൻ. അപ്പോ എനിക്കൊരു കമന്റ് വന്നായിരുന്നു, അടുത്ത ജന്മത്തിൽ പൂച്ചയാവാൻ പ്രാർത്ഥിച്ചോളൂന്ന്. അയ്യോ അത് വേണ്ട കേട്ടോ. കാരണം എന്താണ്, ഇതുങ്ങളെ ഇഷ്ടമല്ലാത്ത, സ്നേഹമില്ലാത്ത, മൃഗസ്നേഹികളല്ലാത്ത ആരുടെങ്കിലും വീട്ടിൽ ചെന്ന് കയറിയ ഞാനൊരു പൂച്ചയാണ്, എന്നെ തല്ലിക്കൊല്ലൂലേ? അയ്യോ അതൊന്നും വേണ്ട. ഇഷ്ടമാണ് എനിക്ക്, അല്ലാതെ എനിക്ക് പൂച്ചയാവണ്ട, അത് വേണ്ട. പാവയ്ക്ക അരിഞ്ഞു, അതിനുശേഷം അതൊന്ന് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റി, ഒന്ന് വഴണ്ട് വന്നപ്പോൾ തക്കാളി ഇട്ടു, ഉപ്പിട്ടു,
ഒന്ന് അടച്ചു വെച്ച് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇപ്പൊ കണ്ടപ്പോ മനസ്സിലായി കാണുമല്ലോ എന്തിനാണെന്ന്. മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയാം. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടാനായിട്ട് നമ്മുടെ പാത്രത്തിൽ അധികം എണ്ണയുടെ ആവശ്യമില്ല. എങ്കിലും വെണ്ടയ്ക്ക അതായത് അന്ന് മെഴുക്ക് പരുവത്തിൽ വരാൻ ഇത്തിരി എണ്ണ വേണമല്ലോ, അതുകൊണ്ട് എണ്ണ വെച്ചതാണ്. സവോളയും പച്ചമുളക്, കറിവേപ്പില, വെണ്ടയ്ക്ക. അപ്പൊ അത് ചെറുതീയിൽ കിടന്ന് റെഡി ആയിക്കോളും. വെണ്ടയ്ക്ക ഒന്ന് വാടിയ ശേഷം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അവിടെ കിടന്ന് റെഡി ആവട്ടെ. ഈ സമയം കൊണ്ട് നമ്മുടെ കറിയും റെഡിയാക്കണം. ഞാൻ ഇതിന്റെ റെസിപ്പിയും നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് തീയലിന്റെ റെസിപ്പി എടുത്ത് തീയലാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. വെണ്ടയ്ക്ക തീയൽ വെക്കാനായിട്ട് കേട്ടതാണ് കേട്ടോ. നേരത്തെ കണ്ടിട്ടില്ലാത്തവർക്ക്, അല്ല കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായി കാണും. അപ്പൊ അതൊന്ന് വെന്ത് വന്ന് അടച്ചു വെച്ച് നല്ലതുപോലെ വേവിക്കുക. ആ സമയം കൊണ്ട് കുറച്ച് ഇത് നമ്മുടെ സാമ്പാർ പുളിയാണ് കേട്ടോ. പലരും ചോദിക്കുക, എന്റെ കയ്യിൽ നിന്ന് മേടിക്കാറുണ്ട്. ചിലര് ആദ്യമായിട്ട് മേടിക്കുന്നവർ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് നല്ല പുളിയാണോ എങ്ങനെയുണ്ടെന്നൊക്കെ. ഇതാണ് പുളി, നല്ല പുളിയാണ്. എനിക്ക് നല്ലതായിട്ടാണ് തോന്നുന്നത്, മേടിച്ചവർക്ക് നല്ലതായിട്ടാണ് തോന്നുന്നത്. സാമ്പാർ പുളി അത് ആവശ്യത്തിന് പുളിക്ക് വേണ്ടി പിഴിഞ്ഞൊഴിച്ചു. അതിനുശേഷം ഒന്ന് അടച്ചു വെച്ചത് വേവിച്ചെടുക്കാം. ഞാൻ തേങ്ങ നമ്മൾ ഇവിടെ നിന്നും സെയിൽ ചെയ്യുന്ന വറുത്ത തേങ്ങയാണ്. അതിനകത്ത് വേറെ മസാല ഒന്നുമില്ല കേട്ടോ, തേങ്ങ മാത്രം വറുത്തതാണ്. ഇതിന്റെ റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്ക്. കാരണം നല്ല ടേസ്റ്റിയാണ് സംഭവം. ഇത് 1/4 കിലോ മേടിച്ച ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കുറേ നാളത്തേക്കുണ്ട്. ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. എന്തായാലും നമ്മൾ ചൂടാക്കിയാണല്ലോ ഒന്ന് അരയ്ക്കുന്നത്, അതുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കിയാൽ മതി. നന്നായിട്ടൊന്ന് ഒത്തിരി ഒന്നും മൂപ്പിക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്ത തേങ്ങയാണല്ലോ. അതിനുശേഷം അതിനകത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി ഇത് ആവശ്യമനുസരിച്ച് ചേർക്കാം. അതിനുശേഷം അത് നല്ലതുപോലെ അരച്ചെടുക്കണം. എന്റെ കയ്യിൽ നിന്ന് തേങ്ങ മേടിച്ചവർ ഈ വീഡിയോ കാണുന്നുവെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണേ. എനിക്കറിയില്ല ആരൊക്കെ തേങ്ങ മേടിച്ചവര് വീഡിയോ കാണുന്നുണ്ടെന്ന്. റോസ്റ്റഡ് കോക്കനട്ട്. പിന്നെ എനിക്കൊരു കമന്റ് വന്നായിരുന്നു, ചേച്ചി രാവിലെ വൈകിട്ട് 6 മണി മുതൽ രാവിലെ 6 മണി വരെ കറണ്ട് അധികം ഉപയോഗിക്കരുതേ, ഇരട്ടി ചാർജാണ് ഈടാക്കുന്നതെന്ന്. ശരിയായിരിക്കാം, പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ കറണ്ട് യൂസ് ചെയ്യുന്ന ആ സമയത്തായിരിക്കും. കാരണം രാത്രി ഉറങ്ങുമ്പോൾ എന്തായാലും ഒരു 12, 12:30, 1 മണിയൊക്കെ ആകും എല്ലാം കഴിഞ്ഞ് റെഡി ആകുമ്പോഴത്തേക്ക്. അതുവരെ ഈ കറണ്ട് ഇങ്ങനെ എരിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പൊ ആകെ കറണ്ട് യൂസ് ചെയ്യാത്ത കുറച്ച് സമയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വെളുപ്പിന് 1 മണി തൊട്ട് രാവിലെ ഒരു 6:30, 7 മണി വരെ ആയിരിക്കെങ്കിലും നമ്മുടെ ബെഡ്റൂമിൽ ഫാൻ എപ്പോഴും വർക്കിംഗ് ആണ്. അത്രേ സമയമേ ഉള്ളൂ കറണ്ട് അധികം യൂസ് ചെയ്യാത്ത. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ആ സമയത്താണല്ലോ കറണ്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് കഞ്ഞോളം മറ്റേ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇപ്പൊ ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഷോക്കില്ല. ആ സമയത്ത് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. കഞ്ഞിവെള്ളം കുടിക്കണോന്ന് ഉച്ചയ്ക്ക് അങ്ങനെ എടുത്ത് വെക്കുന്നതായിരുന്നു കേട്ടോ. ഇവിടെ പൂച്ചക്കുട്ടി കുറെ നേരമായിട്ട് അവിടെ ഇവിടെയൊക്കെ മണപ്പിച്ച് നടക്കുന്നു. ഞാൻ നോക്കുവായിരുന്നു ഇതൊക്കെ എന്ത് പറ്റി, എന്തുവായി മണപ്പിക്കുന്നതെന്ന്. പിന്നെ എനിക്ക് സംശയം തോന്നി, ഞാൻ ഇച്ചിരി വെള്ളം കൊടുത്തതാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുന്നു പൂച്ച ഇത്രയും വെള്ളം കുടിക്കുന്നത്. ആ ചിരട്ടയ്ക്ക് ഒരു 3/4 ചിരട്ട വെള്ളം കുടിച്ചു. ഇനിയിപ്പോ ഒരു പക്ഷേ കാണുന്നവർ കമന്റ് ഇട്ടേക്കാം, പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കാൻ ഒരു പാത്രം യൂസ് ചെയ്തുകൂടെ, നേരത്തെ ചോറ് കൊടുത്തപ്പോ ഒരു പാത്രത്തിൽ കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ പാത്രത്തിൽ കൊടുക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വല്ലപ്പോഴേ വരാറുള്ളൂ. ഇപ്പൊ ഒരു 2-3 ദിവസമായിട്ട് അവളെ കാണുന്നില്ല. കിണറ്റിന്റെ കരയെന്ന് പറയുന്ന കിണറ്റിന്റെ അവിടം നന്നായിട്ട് സിമെന്റ് തേച്ചതാണ്. എപ്പോഴും നന്നായിട്ട് തൂത്ത് കഴുകുന്നിടമാണ്. അവിടാണ് അവൾക്ക് ചോറിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ വെള്ളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചിരട്ടയിൽ കൊടുക്കും. അതിനുവേണ്ടി ഒരു പാത്രവും വെള്ളം കൊടുക്കാൻ പാത്രവും ചോറ് കൊടുക്കാൻ പാത്രവും മാറ്റാൻ എനിക്ക് തോന്നുന്നില്ല അതിന്റെ ആവശ്യമുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് അവളും കംഫർട്ടാണ്. അവൾക്ക് ആവശ്യമുള്ളത് തിന്നും. അതിനുശേഷം ബാക്കിയുള്ളത് കാക്കയോ വേറെ പൂച്ചയോ ഒക്കെ വന്ന് തിന്നും. അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. കമന്റ് കണ്ടോണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ദിവസം മേടിച്ചോണ്ട് വന്ന കരിക്കുണ്ടല്ലോ, അത് പൊട്ടിച്ച് ദിവസം കുടിക്കുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെയും കൂടെ ഒന്ന് പൊട്ടിച്ച് തന്നേരെന്ന്. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഓരോ കമന്റും വരുന്നത് കഴിവതും ഞാൻ ഓരോ വീഡിയോയിലും ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം അത് ക്ലിയർ ആവുന്നൊന്നും അറിയില്ല കേട്ടോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വരെ ഏതൊക്കെ കമന്റ് വരുന്നോ അതിന്റെ റിപ്ലൈ ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പോവാ സുന്ദരി. എടി, എൻ്റെ ജോലി കഴിഞ്ഞു. നീ എപ്പോൾ തൊട്ടേ ഇവിടെ വന്നിരിക്കുക? എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ പോവാടി. പോട്ടെ, കഥ അടയ്ക്കട്ടെ സുന്ദരി, കഥ അടയ്ക്കട്ടെ. നീയും പോ വീട്ടിൽ. പെണ്ണേ പോ, നീ പോ വീട്ടിൽ. ഒത്തിരി സമയമായി. ഒന്നുമില്ലടി. ചെന്നരി പെണ്ണേ, ചെന്നരി കുട്ടി, ഞാൻ പോവാ കേട്ടോ. ഞാൻ പോവാ. ഒത്തിരി സമയമായി.
ഒത്തിരി സമയമായി. എടി ഞാൻ കയറിപ്പോട്ട്, നീയും പോ. നീ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കണ്ട, വീട്ടിൽ പോന്നില്ലേ? എത്ര മണിക്കൂറായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? എനിക്ക് കൂട്ടിരിക്കുവാന്നോ? എനിക്ക് കൂട്ടിരിക്കുവാന്നോ? എൻ്റെ കഴിഞ്ഞു, ഇനി നീ പൊക്കോ. എനിക്കിനി കൂട്ട് വേണ്ട, മോള് പൊക്കോ. പോന്നോ? അയ്യോ, ഉറങ്ങുവന്നോ ഇവിടെ ഇരുന്നോട്? ഞാൻ അടുക്കള കഥ അടയ്ക്കുന്നത് വരെ അവൾ ഇവിടെ കാണും. അപ്പൊ ഏകദേശം ഒരു രാത്രി 12:30 ആയപ്പോ ഞാനൊന്ന് കഥ തുറന്ന് നോക്കിയത് അവള് പോയോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. നോക്കിയപ്പോ ഉണ്ട് ആ മതിലേൽ ഇങ്ങനെ കയറി കിടപ്പുണ്ട്. കണ്ടിട്ടെങ്കിൽ പാവം തോന്നി അതിനെ. അയ്യോ പാവം, കഷ്ടം. ഇപ്പോഴും വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് അയ്യോ ഭയങ്കര സങ്കടം തോന്നും അത് കണ്ടിട്ട്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ കേട്ടോ. ഇന്നത്തെ വ്ളോഗ് ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. ഇപ്പം റെഗുലറായിട്ട് വീഡിയോ ഇടുന്നതുകൊണ്ട് എനിക്കറിയാം ചിലരെങ്കിലും എന്റെ വീഡിയോക്ക് കാത്തിരിക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർ ചിലരെങ്കിലും എന്നെ നോക്കിയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ബൈ, ഗോഡ് ബ്ലസ് യു.